യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 14 ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ഈ നോമ്പുകാലത്ത് പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കുരിശിൻ്റെ യാത്രയിൽ സ്ലീവ പാതയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞുപ്രായത്തിന് ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആ ഓരോ സ്റ്റേഷനിലേക്കും ആ കുരിശുമായി അൾത്താര ബാലകർ നീങ്ങുമ്പോൾ അവരോടൊപ്പം ആ മുൻപിൽ തന്നെ ആ കുരിശിനെ പിൻചൊല്ലുവാനായിട്ട്. അന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തിൽ എല്ലാ കുട്ടികളും ആ കുരിശിൻ്റെ പിന്നാലെ ആ ഓരോ സ്റ്റേഷനിലും കടന്നു ചെല്ലും. അവിടുത്തെ ഓരോ സ്റ്റേഷനും പറയുമ്പോൾ 1-ാം സ്ഥലം 2-ാം സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെയും കുഞ്ഞു മനസ്സിൽ കരങ്ങൾ കൂപ്പി കുമ്പിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വലിയൊരു പ്രാർത്ഥനയാണ്, വലിയൊരു ആരാധനയാണത്. ദൈവസന്നിധിയിൽ ലൗകികനാഥൻ ലോകത്തെ രക്ഷിക്കുവാൻ കുരിശിൽ മരിച്ചു കിടക്കുന്ന ആ കുരിശിൻ്റെ വിരിമാറിൻ്റെ മുൻപിൽ എല്ലാം സമർപ്പിച്ച് കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഈ കുരിശിനാൽ ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചിരിക്കുക. ഇന്ന് പല തിരക്കുകൾ കാരണം അല്ലെങ്കിൽ ട്യൂഷൻ്റെ പേരിലൊക്കെ കുഞ്ഞുമക്കൾ ഇന്ന് ദേവാലയത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ നോമ്പകാലത്തിൽ നമുക്കും നമ്മുടെ മക്കളെയൊക്കെയും ആ കുരിശിൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ, ആ കുരിശിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കുവാൻ, ആ കുരിശിനെ വിരുമാറിൽ നോക്കി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്ന ആഴമായ ക്രിസ്തു വിശ്വാസം നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ഈ നോമ്പുകാലം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.